കടവൂർ ബൈപ്പാസിൽ ശരീരത്തിലൂടെ ട്രെയിലർ ലോറി കയറിയിറങ്ങി യുവതിക്ക് ദാരുണാന്ത്യം. ശക്തികുളങ്ങര സ്വദേശി സജിതയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 9:30 മണിയോടെ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ വരുന്നതിനിടെ ദേശീയപാത നിർമ്മാണ ജോലിയിൽ പ്രവർത്തിച്ചിരുന്ന ലോറിയിൽ തട്ടിയാണ് അപകടമുണ്ടായത്. ലോറിക്ക് അടിയിലേക്ക് വീണ സജിതയുടെ തലയിലൂടെ ട്രെയിലർ ലോറി കയറിയിറങ്ങി. സജിത ജോലി ചെയ്യുന്ന രണ്ടാം കുറ്റിയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവിടുവാൻ വരവെയാണ് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലം കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ബൈപ്പാസിൽ റോഡ് ഉപരോധിച്ചു. പ്രദേശവാസികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതെ റോഡുകളിൽ കുഴിയെടുക്കുന്നതും ദേശീയപാതയുടെ വശങ്ങളിൽ മണ്ണ് കൂട്ടിയിടുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഒരു 9:30 മൈനാഗപ്പള്ളിയിൽ നിന്ന് വന്ന ഫാമിലിയാണ് ഇവിടെ അപകടം സംഭവിച്ചിരിക്കുന്നത്. അവർ സ്കൂട്ടറിലാണ് യാത്ര ചെയ്തിരുന്നത്. അപ്പം ഈ ബൈപ്പാസിൻ്റെ പണിയെ തുടർന്ന് ഈ വെച്ചിരുന്ന സാധനങ്ങൾ മുഖാന്തരം അവർ സ്കൂട്ടറിൽ വന്ന് അവർ ചെറുതായിട്ടൊന്ന് വലത്തോട്ടെടുക്കുകയും വണ്ടി ചരിയുകയും ആ ബാക്കിലിരുന്ന ലേഡി മറിഞ്ഞ് വീട് നമ്മുടെ ബൈപ്പാസിൻ്റെ തന്നെ പണിക്കായി ഉപയോഗിച്ചത് വണ്ടി തലയിൽ കൂടെ കയറി ഇറങ്ങുകയാണ് ചെയ്തത്. ആ സ്പോട്ടിൽ തന്നെ അവർ മരണപ്പെടുകയുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിദാരുണമായ അന്ത്യമായിരുന്നു സംഭവിച്ചത്. ഇവിടെ നിന്ന ജനങ്ങൾക്ക് പോലും ഒന്ന് നോക്കി നിൽക്കാൻ പറ്റാത്ത, കാരണം അത്രത്തോളം വികൃതമായിരുന്നു ആ ബോഡി എന്നാണ് പറഞ്ഞത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആംബുലൻസ് എത്തി അവരെ കൊണ്ടുപോയത്. ഹസ്ബൻഡിൻ്റെ നിലയും ഗുരുതരമാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം 2 സ്കൂളുകളാണ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളത്. ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, LP സ്കൂളുണ്ട്. രാവിലെ നമ്മൾ പോകുമ്പോൾ ഇവിടെ കുഴി കാണില്ല. വൈകിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ മൊത്തം കുഴിച്ചിട്ടേക്കും. അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു അറിയിപ്പ് ഒരു കാരണങ്ങളും നമുക്ക് ഇതുവരെ തരത്തില്ല. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചവരെങ്ങനെ വരും ഒരു നിർദ്ദേശങ്ങളും തരികയില്ല. പിന്നെ രാത്രി കാലങ്ങളിൽ വന്ന് പണിയുക, പൈപ്പുകൾ പൊട്ടിച്ചിടുക, വെള്ളം ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുക. ഞങ്ങൾ കൗൺസിലേഴ്സ് എന്ന നിലയിൽ ഈ വിളിക്കുന്നത് മൊത്തം ഞങ്ങളെ ആയിരിക്കും. ഇത് ഈ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് തന്നെയാണ്. പുരോഗതി കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഇതിലോട്ട് നമ്മൾക്ക് പോകാൻ പറ്റില്ല. ഇതുവരെ ഇത്രയും മണിക്കൂറായിട്ട് പോലും ബൈപ്പാസിൻ്റെയോ ശിവാലയത്തിൻ്റെയോ ഓരോ ഉദ്യോഗസ്ഥരും ഈ സ്ഥലം ഇതുവരെ സന്ദർശിക്കുകയുണ്ടായി. ഇത്രയും ദാരുണാന്ത്യം ഉണ്ടായിട്ട് ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. പക്ഷേ ഡെപ്യൂട്ടി കളക്ടർ നമ്മൾ വിളിച്ചൊരു അരമണിക്കൂറിനകത്ത് സാറ് സ്ഥലത്തെത്തുകയുണ്ടായി. അടിയന്തരമായിട്ട് 2 ദിവസത്തിനകത്ത് വെച്ച് ഇവരുമായിട്ടൊരു ചർച്ച നടത്താനുള്ള തീരുമാനം എടുത്തിട്ടാണ് സാറ് പോയിരിക്കുന്നത്. വളരെയധികം വിഷമകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായത്. ഇത് മാത്രമല്ല, നമുക്ക് 4 സൈഡിൽ നിന്നും വരുന്ന വണ്ടികളാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കവർ കൊടുത്ത് അങ്ങനെ റോഡ് കുഴിച്ചിടുന്നു, അതുപോലുമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും നിർത്തുകയോ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. ഇങ്ങനെ പോയാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പാട് തന്നെയാണ്. സ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി കളക്ടർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും 2 ദിവസത്തിനകം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്.